every sorrow shall be turned into joy. Jesus is coming to heal your broken heart. My dear friends, it's such a joy to see you this day. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ ദിവസം നിങ്ങളെ കാണുന്നത് എത്ര വളരെ ആനന്ദം. Today the Lord's light will come upon you. ഇന്ന് ദൈവത്തിന്റെ പ്രകാശം നിങ്ങളുടെ മേൽ വന്ന് ഉദിക്കും. And you are going to arise and shine for the Lord. നിങ്ങൾ ഇന്ന് എഴുന്നേറ്റ കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ പോകുന്നു. So today let us all say, as the Bible says in Psalm 27:1. അതുകൊണ്ട് സങ്കീർത്തനം 27:1 പറഞ്ഞിരിക്കുന്ന പോലെ നമുക്കും ഒരുമിച്ച് പറയാം. My dear friends, David says, "The Lord is my light and my salvation." എൻ്റെ പ്രിയ സ്നേഹിതരെ, ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു. Of whom shall I fear? ഞാൻ ആരെ ഭയപ്പെടും? The Lord is my strength, and of whom shall I be afraid? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? He is the strength of my life. എൻ്റെ ജീവിതത്തിന്റെ ശക്തി ദൈവമാകുന്നു. Today the same strength is going to come upon you. ഇന്ന് അതേ ബലം തന്നെ നിങ്ങളുടെ മേൽ വന്ന് ഇറങ്ങുവാൻ പോകുന്നു. Are you afraid of people around you? നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആളുകളെ നിങ്ങൾ ഭയപ്പെടുന്നുവോ? Today the light of the Lord is going to come upon you. ഇന്ന് ദൈവത്തിന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ വന്ന് ഉദിക്കുവാൻ പോകുന്നു. Our loving Lord Jesus says in John 8:12. യോഹന്നാൻ 8:12 നമ്മുടെ സ്നേഹനിധിയായ കർത്താവ് ഇപ്രകാരം പറയുന്നു, I am the light of life. ഞാൻ ജീവന്റെ വെളിച്ചമാകുന്നു. No more darkness. മേലാൽ അന്ധകാരമില്ല. No more fear. മേലാൽ ഭയമില്ല. There is surely a hope for you. നിശ്ചയമായും നിങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ട്. A future hope for you. നിങ്ങൾക്ക് ഒരു ഭാവി പ്രത്യാശയുണ്ട്. Shall we all be glad and expect this light of life to come upon us? നമുക്കെല്ലാവർക്കും സന്തോഷിച്ചുകൊണ്ട് ഈ ജീവന്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാമോ? Even today we are going to meditate upon the great blessings of the Lord. ഇന്നും നാം സർവശക്തനായ ദൈവത്തിന്റെ മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ പോകുന്നു. The Bible says those who worship the Lord with truth and in spirit. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. Even today when the word of God will be given to us, let us take everything for our blessings. ഇന്നും ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെടുമ്പോൾ നമുക്കതെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങൾക്കായി സ്വീകരിക്കാം. Our Lord has great blessings for us. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മഹത്തായ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. That's why the Israelites sang a beautiful song like this. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ഇതുപോലെ മനോഹരമായ ഒരു ഗാനം ആലപിച്ചത്. The Lord has done great things for us. സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്തു തീർത്തിരിക്കുന്നു. And thereof we are glad. അക്കാരണത്താൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചുല്ലസിക്കുന്നു. We are glad. ഞങ്ങൾ സന്തോഷിക്കുന്നു. When the Lord brought the Israelites out of their captive, സർവശക്തനായ ദൈവം ബന്ധനത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചപ്പോൾ they sang a song rejoicing. അവർ ആനന്ദിച്ചുല്ലസിച്ചൊരു ഗാനം ആലപിച്ചു. The Lord has done great things for us. ദൈവം ഞങ്ങൾക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്തു തീർത്തിരിക്കുന്നു. There was a saint of God who always will sing glory hallelujah. ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വിശുദ്ധനായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും മഹത്വം ഹല്ലേലൂയ എന്ന് പാടും. Before he received the salvation, അദ്ദേഹം രക്ഷ പ്രാപിക്കുന്നതിന് മുൻപ് he will be all the time drinking alcohol. അദ്ദേഹം എല്ലായ്പ്പോഴും മദ്യപിച്ചിരുന്നു. And he will be dancing in spirit. മദ്യത്തിന്റെ ലഹരിയിൽ അവൻ എല്ലായ്പ്പോഴും നൃത്തം ചെയ്യും. When he would walk in the street, ആ മനുഷ്യൻ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ people will say he is a lunatic.
അവനൊരു ഭ്രാന്തനാണെന്ന് ജനങ്ങൾ പറയാറുണ്ടായിരുന്നു. And his wife had to go and pick him up by the roadside. മദ്യപിച്ച് വെളിവില്ലാതെ റോഡരികിൽ കിടക്കുന്ന അവനെ കൂട്ടിക്കൊണ്ടുവരുവാൻ അവന്റെ ഭാര്യ പോകേണ്ടി വന്നിരുന്നു. But after he received the Lord, എന്നാൽ ആ മനുഷ്യൻ ദൈവത്തെ സ്വീകരിച്ചതിന് ശേഷം, after he knew the love of God, ആ മനുഷ്യൻ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞതിന് ശേഷം he would always say, "Glory, hallelujah." അയാൾ എല്ലായ്പ്പോഴും ഇപ്രകാരം പറയും, മഹത്വം, ഹല്ലേലൂയ. And he'll be dancing in the Spirit of God. ആ മനുഷ്യൻ ദൈവാത്മാവിൽ എല്ലായ്പ്പോഴും നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. After that also people will say, "He's a lunatic in the Spirit of God." അതിനുശേഷവും ജനങ്ങൾ പറയാറുണ്ടായിരുന്നു, ദൈവാത്മാവിനാൽ നിറഞ്ഞ് ഭക്തി കൊണ്ട് ഈ മനുഷ്യനൊരു ഭ്രാന്തനായിരിക്കും. Dear friends, how much more we have to rejoice after receiving the blessings of God. പ്രിയ സ്നേഹിതന്മാരെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിന് ശേഷം നാം എത്രമാത്രം സന്തോഷിക്കണം. His blessings are so great. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വളരെ വളരെ വലിയവയാണ്. That's why Psalmist says in Psalm 34:1, അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 34:1 സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയുന്നത്, "I will bless the Lord at all times. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. His praise shall always be in my lips." അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. How much more we have to praise the Lord. നാം എത്രമാത്രം ദൈവത്തെ കൂടുതലായി സ്തുതിക്കണം. Saying, "Lord, you have been blessing me, blessing me, blessing me." ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. In God's sight we are little human beings. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം വളരെ നിസാരരായ മനുഷ്യരാണ്. What are we for God to think about us? എന്നാൽ ദൈവം നമ്മെ ഓർക്കുവാൻ തക്കവണ്ണം നാം എന്തുള്ളൂ? We are dust before the eyes of God. സത്യത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം വെറും പൊടിയാണ്. But then God created us for us to worship Him in truth and in spirit. എന്നാലോ സത്യത്തിലും ആത്മാവിലും നാം ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. Nothing more than that. അതിൽ കൂടുതൽ യാതൊന്നുമില്ല. That's why the Bible says in Psalm 50 and 23, അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 50:23 വേദപുസ്തകം പറയുന്നത്, "Whoever offers praise glorifies me. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു." Whoever offers praise glorifies the Lord." ആരെല്ലാമാണോ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത് അവനെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. So let our lips continuously praise the Lord. ആകയാൽ നമ്മുടെ അധരങ്ങൾ തുടർന്ന് നിരന്തരമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. Firstly, He has for us great salvation. ഒന്നാമതായി ദൈവം നമുക്ക് വേണ്ടി രക്ഷ എന്ന വലിയ ദാനം ഒരുക്കിയിരിക്കുന്നു. The Bible says in Hebrews 2 and 3, എബ്രായർ 2:3 സത്യവേദപുസ്തകം വ്യക്തമായി പറയുന്നു, "How shall we escape if we ignore such a great salvation?" ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ നാം തെറ്റി ഒഴിയുമെന്ന് വേദപുസ്തകം ചോദിക്കുന്നു. We can never ignore the salvation. നമുക്കൊരിക്കലും രക്ഷയെ അവഗണിക്കുവാൻ സാധിക്കില്ല. It is so precious. അതത്രയും വിലയേറിയതാണ്. In Ephesians 2:8 the Bible says, എഫേസ്യർ 2:8 സത്യവേദപുസ്തകം ഇപ്രകാരം പറയുന്നുണ്ട്, "For by the grace of God we have been saved." ദൈവത്തിന്റെ മഹനീയമായ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. It is not from ourselves. ഒരിക്കലും സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. It is the gift of God. അത് ദൈവത്തിന്റെ ദാനമാണ്. It is a real gift from God. ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ ദാനമാണ് രക്ഷ. For us to know the love of God. നാം ദൈവത്തിന്റെ സ്നേഹം അറിയുന്നതിനു വേണ്ടി. In the same world, how many are there without knowing the love of the Lord? നാം വസിക്കുന്ന ഈ ലോകത്തിൽ തന്നെ എത്ര പേർ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാതെ ജീവിക്കുന്നുണ്ട്? They'll say this is purely a fairy tale. അവർ ഇപ്രകാരം പറയുന്നു, ഇത് വ്യക്തമായും കാൽപ്പനികമായ ഒരു കെട്ടുകഥയാണ്. I can't believe God. എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കില്ല. And they simply ignore the love of God. അവർ വളരെ നിസ്സാരമായി ദൈവത്തിന്റെ സ്നേഹത്തെ അവഗണിക്കും. They are innocent about the love of our loving Father Jesus. നമ്മുടെ പിതാവായ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവർക്കറിയില്ല. ആ കാര്യത്തിൽ അവർ നിഷ്കളങ്കരാണ്. But then for us the Lord has given us this great salvation
as a gift to us. എന്നാൽ ദൈവത്തിന്റെ ദാനമെന്ന നിലയിൽ ഈ വലിയ രക്ഷ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. We have to carry Jesus in our heart. നാം നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വഹിക്കേണ്ടതുണ്ട്. And show this Jesus to the world. ഈ യേശുക്രിസ്തുവിനെ നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. That's why the Lord has created us. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. Let us carry the word of God with us. നമുക്ക് ദൈവത്തിന്റെ വചനം എല്ലായ്പ്പോഴും നമ്മിൽ വഹിക്കാം. Whenever we speak to others, let us show truth in the Bible. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് വേദപുസ്തകത്തിലെ സത്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാം. Once a little boy was selling hot dogs by the side of a church. ഒരിക്കൽ ഒരു കൊച്ചുബാലൻ ദേവാലയത്തിനരികിൽ വെച്ച് ഇറച്ചി കഷ്ണം വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് വിൽക്കുകയായിരുന്നു. And a young man went to him and asked, "What is the meaning of a hot dog?" അപ്പോൾ ഒരു യുവാവ് അവനെ സമീപിച്ച് ഇപ്രകാരം ചോദിച്ചു, ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? There is no dog in it. നീ വിൽക്കുന്ന ഈ സാധനത്തിൽ ഡോഗ് ഒന്നുമില്ലല്ലോ. Only a bread and a meat is there. ഇതിൽ ഒരു റൊട്ടി മാത്രമേ ഉള്ളൂ. ആ റൊട്ടികൾക്കിടയിൽ അല്പം മാംസം വെച്ചിരിക്കുന്നു. But then this little boy said, അപ്പോൾ ഈ കൊച്ചുബാലൻ അയാളോട് പറഞ്ഞു, "You Christian fellows are just like that. നിങ്ങൾ ക്രിസ്ത്യാനികൾ എല്ലായ്പ്പോഴും ഇതുപോലെയാണ്. You are carrying your Bible along with you. നിങ്ങൾ എപ്പോഴും വേദപുസ്തകം നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കുന്നു. And you are calling yourself as Christian. നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. But do you truly love God? എന്നാൽ സത്യമായും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? Do you truly show Jesus to the world? നിങ്ങൾ സത്യമായും ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? Is there any truth in you? നിങ്ങളിൽ എന്തെങ്കിലും സത്യം അവശേഷിക്കുന്നുണ്ടോ? And this man felt very ashamed. ഇത് കേട്ടപ്പോൾ ഈ യുവാവിന് വളരെയധികം ലജ്ജ തോന്നി. Dear friends, പ്രിയ സ്നേഹിതന്മാരെ, the Lord has created us only to show Jesus to the world. യേശുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. So let us carry always the word of God and Jesus in our heart. ആകയാൽ നമുക്ക് എല്ലായ്പ്പോഴും യേശുവിനെയും ദൈവവചനത്തെയും നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കാം. And let us worship the Lord in truth and in spirit. കൂടാതെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. The more we praise the Lord, നാം കൂടുതൽ ദൈവത്തെ സ്തുതിക്കും തോറും, the more we glorify the Lord, നാം കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തും തോറും, the more blessings we receive. കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. Never sit and cry over the things that are happening in our life. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് നാം കരയരുത്. The wicked devil will always make us to sit in darkness. ദുഷ്ടനായ പിശാച് എല്ലായ്പ്പോഴും നമ്മെ അന്ധകാരത്തിൽ ഇരുത്തുവാൻ ശ്രമിക്കുന്നു. But God's heart is to make us glad. എന്നാൽ നമ്മെ സന്തോഷിപ്പിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഹൃദയാഭിലാഷം. Our God is able to give us all the things in this world and in the other world for us to enjoy. നാം ഈ ലോകത്തിലും പരലോകത്തിലും ജീവിതം ആസ്വദിക്കുന്നതിനു വേണ്ടി സകലതും നമുക്ക് ധാരാളമായി നൽകുവാൻ ദൈവത്തിന് സാധിക്കും. Even today we are going to praise God ഇന്നും നാം ദൈവത്തെ സ്തുതിക്കുവാൻ പോകുന്നു. and lift up the name of the Lord. ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ പോകുന്നു. For the great blessings of the Lord. ദൈവത്തിന്റെ മഹനീയമായ അനുഗ്രഹങ്ങൾക്കായി. Our loving Heavenly Father, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, Lord, you are the God who calls those things that are not there as if they are there. കർത്താവേയും ഇല്ലാത്ത സംഗതികളെയും ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം അങ്ങാകുന്നുവല്ലോ. Lord, your people may say, I'm not having this organ in my body. കർത്താവേയും അങ്ങയുടെ മക്കൾ പറഞ്ഞേക്കാം, എൻ്റെ ശരീരത്തിൽ ഈ അവയവം ഇല്ലല്ലോ. But Lord, you can create those organs in their body. എങ്കിലും കർത്താവേ, അവരുടെ ശരീരങ്ങളിൽ ആ അവയവങ്ങളെ അങ്ങേക്ക് നിർമ്മിക്കുവാൻ കഴിയുമല്ലോ. Right now, let this miracle happen. ഇപ്പോൾ തന്നെ ഈ അത്ഭുതം സംഭവിക്കട്ടെ. Especially dear sisters are crying like this. വിശേഷാൽ പ്രിയ സഹോദരിമാരൊക്കെയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. I'm not having a uterus in my body. എൻ്റെ ശരീരത്തിൽ എനിക്ക് ഒരു ഗർഭപാത്രമില്ല. Lord, let those organs come into their body right now. കർത്താവേ, ഈ അവയവങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ വന്നു ചേരട്ടെ. Let this miracle happen today, Master. യജമാനനെ ഇന്ന് തന്നെ അത്ഭുതം സംഭവിക്കട്ടെ. And in the same uterus let a child form in them, Lord. അതേ ഗർഭപാത്രത്തിൽ കർത്താവേയും അവർക്ക് വേണ്ടി കുഞ്ഞിനെ അങ്ങ് നൽകണമേ.
I pronounce this blessing upon them in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹം ഞാൻ അവർക്ക് പ്രസ്താവിക്കുന്നു. Lord, as they have gone through shame, Lord, please bless them in double measure, Lord. കർത്താവെ, അവർ നിന്നയിലൂടെ കടന്നു പോയിരിക്കുന്നുവല്ലോ, ഇരട്ടി അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കണമേ. Thank you, Lord. കർത്താവെ, അങ്ങേക്ക് നന്ദി. Thank you for blessing my sisters. എന്റെ സഹോദരിമാരെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. Lord, whatever they are not having in their life, കർത്താവയുടെ ജീവിതങ്ങളിൽ അവർക്ക് എന്തെല്ലാം ഇല്ലാതിരിക്കുന്നുവോ, Lord, give it to them today, Master. യജമാനനെ ഇന്ന് അത് അവർക്ക് നൽകണമേ. People may say you will not receive this blessing, ആളുകൾ പറഞ്ഞേക്കാം, ഈ അനുഗ്രഹം നീ പ്രാപിക്കുകയില്ല. but nothing is possible unto you, എന്നാൽ Master. യജമാനനെയും അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ല. Give them a job. അവർക്ക് ഉദ്യോഗം നൽകണമേ. Give them a child. അവർക്ക് കുഞ്ഞിനെ നൽകണമേ. Give them a home. അവർക്ക് ഭവനം നൽകണമേ. Give them whatever they need today, Master. ഇന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ. Lord, bless them, Master. യജമാനനെയും കർത്താവെ അവർ Give അനുഗ്രഹിക്കണം. them riches in their life. അവരുടെ ജീവിതങ്ങളിൽ അവർക്ക് സമ്പത്ത് നൽകണമേ. Give them the business that they are seeking for. അവർ അന്വേഷിക്കുന്ന ബിസിനസ് അവർക്ക് നൽകണമേ. Give them the promotion. ഉദ്യോഗ കയറ്റം അവർക്ക് നൽകണമേ. Give them the transfer. കർത്താവെ, സ്ഥാന മാറ്റം നൽകണമേ. Lord, give them the life partner they are searching today. ഇന്ന് അവർ അന്വേഷിക്കുന്ന ജീവിത പങ്കാളി അവർക്ക് നൽകണമേ. Today let everything come upon them, Master. ഇന്ന് അവരുടെ മേൽ എല്ലാ സംഗതികളും വന്നു ചേരട്ടെ. Put all those blessings into them right now. ഇപ്പോൾ തന്നെ കർത്താവ് ഈ അനുഗ്രഹങ്ങളൊക്കെയും അവരുടെ മേൽ ചൊരിയണമേ. Let them receive these blessings. ഈ അനുഗ്രഹങ്ങൾ അവൾ പ്രാപിക്കട്ടെ. Today. ഇന്നു തന്നെ. Today. ഇന്നു തന്നെ. Let them see this miracle happening in their life. ഈ അത്ഭുതങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നവർ കാണട്ടെ. Today, Lord. ഇന്ന് തന്നെ കർത്താവേ. Let them receive these blessings. ഈ അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Let everything come in search of them, Lord. ഇതൊക്കെയും അവരെ അന്വേഷിച്ച് വന്നെത്തട്ടെ. Thank you, Jesus. യേശുവേ, അങ്ങേക്കു നന്ദി. Provide them with everything, Lord. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ. Supply all their needs. അവരുടെ ആവശ്യങ്ങളെല്ലാം സന്ധിക്കണമേ. Thank you, Jesus. യേശുവേ, നന്ദി. Thank you, you miracle working God. അത്ഭുതവാനായ ദൈവമേ, അങ്ങേക്കു നന്ദി. Mighty things are happening right now. ഇപ്പോൾ തന്നെ വൻ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Wonderful things are happening in your life. അത്ഭുത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Believe in the Lord. കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. And give glory to God. ദൈവത്തിന് മഹത്വം നൽകുവിൻ. Thank you, Lord. കർത്താവേ, നന്ദി. Thank you for providing your people. അങ്ങയുടെ ജനങ്ങൾക്ക് ഇതൊക്കെ നൽകിയതിനാൽ നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. ഞാൻ എസ് കണ്ണയ്യ, നാഗർകോയിൽ. 1982 എൻ്റെ വിവാഹം നടന്നത്. എനിക്ക് 2 മക്കളുണ്ട്. മകളുടെ പേര് തൃഷ, മകൻ്റെ പേര് കെ മനോജ്. 2 മക്കളെയും ബാലജന പങ്കാളിത്ത പദ്ധതിയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മക്കൾക്ക് സകലതും അനുഗ്രഹപ്രദമായിരുന്നു. അവർ പഠനത്തിൽ അനുഗ്രഹീതരായി തീർന്നു. ഞങ്ങൾ ഒരു ദിവസം ടെലിവിഷൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദരി ഇവാഞ്ചലിൻ പോൾ സന്ദേശം നൽകിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മകളുടെ ജോലിക്കാര്യത്തിനായി വിഷമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ, നീ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്? എല്ലാ കാര്യങ്ങളും കർത്തൃസന്നിധിയിൽ സമർപ്പിക്കൂ, സകലതും கர்த்தாവ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. இன்றைக்கும் நீங்கள் ஒரு கவலையும் பட வேண்டிய அவசியமே இல்லை. ஆண்டவர் உங்களுக்கு எல்லா ஆசீர்வாதத்தையும் ஒரு தகப்பன் இந்த உலகத்தில் இருந்து எப்படி செய்வாரோ அதே போல் உங்களுக்கு கொடுக்க அவர் ஆசையோடு காத்து கொண்டிருக்கிறார். കവലയെ പട വേണ്ടിയ അവശ്യമേ ഇല്ല. അതെനിക്ക് വളരെ ആശ്വാസപ്രദമായിരുന്നു. അതിനുശേഷം പ്രാർത്ഥനാ വേളയിൽ സഹോദരി ഇവാഞ്ചലിൻ പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനും എൻ്റെ മകൾക്ക് ജോലി ലഭിക്കുന്നതിനു വേണ്ടി സഹോദരിയോടൊപ്പം ഭാരത്തോടെ പ്രാർത്ഥിച്ചു. അവരും ശക്തിയോടെ പ്രാർത്ഥിച്ചു. எனக்கு அன்பானவர்களே, இந்த வேளையிலும் நீங்கள் உங்களுடைய பிள்ளைகளை குறித்த பாரத்தோடு இந்த நிகழ்ச்சியை பார்த்து கொண்டிருப்பீர்கள் என்று நான் நம்புகிறேன். ஆண்டவர் உங்கள் பிள்ளைகள் விஷயத்திலே அதிசயங்களை அற்புதங்களை காணும்படி ஆண்டவர் செய்வார். ஆண்டவரை நோக்கி பார்ப்போமா? எங்கள் அன்புள்ள பரமபிதாவே, என்னுடைய பிள்ளை இவ்வளோ கஷ்டப்பட்டு படித்திருக்கிறாளே, அதற்கு ஏற்ற வேலையை தாரும் என்று கதறுகிற ஒவ்வொருவருக்கும் நீர் ஒரு வேலையை கொடுமப்பா, நல்ல പദവിയെ കൊടുപ്പീരാക. സഹോദരി ഇവാഞ്ചലിൻ പോൾ പ്രാർത്ഥിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ മകൾക്ക് കർത്താവ് നല്ലൊരു ജോലി കൊടുത്തു. മകൾക്ക് ജോലി കിട്ടിയതിനു ശേഷം ഞങ്ങൾ അവളെ യേശു വിളിക്കുന്നു മാരേജ് ബ്യൂറോയിൽ ചേർത്തിരുന്നു. അതിനുശേഷം
അവൾക്ക് നല്ലൊരു വരനെ ലഭിച്ചു. 2010 ഒക്ടോബറിൽ അവരുടെ വിവാഹം നടന്നു. അവർക്കിപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്. എന്റെ മകൾ മഹീന്ദ്ര സത്യം കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുടുംബമായി ചെന്നൈയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്റെ മകൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരി ഇവാഞ്ചലിനോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന യേശു വിളിക്കുന്നു പങ്കാളികൾക്ക് ദിനകരൻ കുടുംബാംഗങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ ഡോക്ടർ പോൾ ദിനകരനും കുടുംബാംഗങ്ങളും പ്രാർത്ഥനാ ഗോപുരത്തിലെ പ്രാർത്ഥനാ പടയാളികളും കാത്തിരിക്കുന്നു. ആകയാൽ ഇന്നു തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം 16 ഡോക്ടർ DGS ദിനകരൻ റോഡ്, ചെന്നൈ 600028.